ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച തുടക്കമാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യത്തെ 2 കടമ്പകളും വിജയകരമായി പിന്നിട്ട രോഹിത് ശർമ്മയും സംഘവും സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം കൂടി ഇന്ത്യക്ക് ബാക്കിയുണ്ട്. അടുത്ത ഞായറാഴ്ച ന്യൂസിലാൻഡുമായിട്ടാണ് ഇന്ത്യയുടെ അവസാനത്തെ പോരാട്ടം. ഇതും ജയിച്ച് രാജകീയമായി തന്നെ സെമി ഫൈനലിലേക്ക് മുന്നേറുകയാവും ടീം ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ ന്യൂസിലാൻഡിനോട് ഇന്ത്യ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീമിനെ സ്പെഷ്യലാക്കുന്ന ഒരു കാര്യം സ്പിന്നർമാരെ നേരിടുന്നതിൽ അവരുടെ ബാറ്റർമാർ പുലർത്തുന്ന അസാധാരണ മികവ് തന്നെയാണ്. നിലവിൽ ലോക ക്രിക്കറ്റിൽ തന്നെ സ്പിന്നർമാരെ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് ന്യൂസിലാൻഡ് ആണെന്ന് പറഞ്ഞാലും അതിശയിക്കാനില്ല. ഡെവോൺ കോൺവേ, ഡാരിൽ മിച്ചൽ, കെയ്ൻ വില്യംസൺ, ഗ്ലെൻ ഫിലിപ്സ്, ടോം ലാഥം, സച്ചിൻ രവീന്ദ്ര തുടങ്ങിയവർക്കെല്ലാം അനായാസം സ്പിന്നർമാർക്കെതിരെ റണ്ണെടുക്കാൻ സാധിക്കും. സ്വീപ്പ് ഷോട്ടുകളും റിവേഴ്സ് സ്വീപ്പുകളുമെല്ലാം കളിച്ചാണ് ഇവർ സ്പിന്നർമാരെ നേരിടുന്നത്. അവസാനമായി ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്ന് പരമ്പര കളിച്ചപ്പോഴും 3 ടെസ്റ്റുകളിൽ ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്താണ് ന്യൂസിലാൻഡ് ഇന്ത്യയെ നാണം കെടുത്തിയത്. അന്നും ഇന്ത്യൻ സ്പിന്നർമാരെ മികച്ച രീതിയിലായിരുന്നു ന്യൂസിലാൻഡ് ബാറ്റർമാർ നേരിട്ടത്. ന്യൂസിലാൻഡ് ഒരു കംപ്ലീറ്റ് ടീമാണെന്ന് തന്നെ അവരെ വിശേഷിപ്പിക്കാം. ഓൾറൗണ്ടർ മിച്ചൽ സാന്റ്നർ നയിക്കുന്ന ന്യൂസിലാൻഡ് ടീമിൽ മികച്ച ബാറ്റർമാരും സ്പിന്നർമാരും ഫീൽഡർമാരും പേസർമാരും എല്ലാവരും ഉണ്ട്. കാര്യമായ വീക്ക്നെസ്സുകളൊന്നും ന്യൂസിലാൻഡിൽ എടുത്തു കാട്ടാൻ പോലുമില്ല. ICCയുടെ വിവിധ ടൂർണമെൻറ്റുകളിൽ ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ടീം പുലർത്തുന്ന ആധിപത്യം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഏകദിന ലോകകപ്പ്, T20 ലോകകപ്പ്, ചാമ്പ്യൻസ് ട്രോഫി, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിവയിലായി 19 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും നേരിട്ടിട്ടുള്ളത്. ഇതിൽ 12ലും ജയം ന്യൂസിലാൻഡിനൊപ്പമായിരുന്നു. ഇന്ത്യക്ക് വിജയിക്കാനായത് വെറും 5 മത്സരത്തിൽ മാത്രമാണ്. 2 കളികൾ ഫലമില്ലാതെ പോവുകയും ചെയ്തു. ഇന്ത്യക്കെതിരെ ന്യൂസിലാൻഡിൻ്റെ ആധിപത്യമാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന കളിയിലും ന്യൂസിലാൻഡിന് ഇത് നൽകുന്ന ആത്മവിശ്വാസം വലുത് തന്നെയായിരിക്കും.